അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരായ നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവിതത്തിന് വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ട എല്ലാ സംഭവങ്ങളും ഈ ദുനിയാവിൽ വെച്ച് തന്നെ പറഞ്ഞു തന്നിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ മനുഷ്യരെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിജാലങ്ങളാണ് ജിന്നുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ജിന്ന് എന്നൊരു അധ്യായം തന്നെയുണ്ട്. മനുഷ്യരെ പോലെ നല്ലവരും ചീത്ത ആൾക്കാരും ജിന്നുകളിലുമുണ്ട്. കാഫിര്യങ്ങളായ അല്ലെങ്കിൽ വളരെ പൈശാചിക രൂപത്തിലുള്ള ജിന്നുകൾക്കാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. ആ പിശാചുക്കളായ ജിന്നുകൾ മനുഷ്യരെ പല രൂപത്തിൽ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി കിടക്കുമ്പോൾ വീടിൻ്റെ വാതിൽ എത്ര സുരക്ഷിതമാണെങ്കിലും അടച്ചിട്ട് വേണം കിടക്കാൻ, വിളക്ക് കെടുത്തിയിട്ട് വേണം കിടക്കാൻ, അടുക്കളയിലെ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം, വെള്ളപാത്രങ്ങൾ അടച്ചു വെക്കണം. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നബിസ്വല്ലാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നബിതങ്ങൾ പറഞ്ഞു, പൊത്തുകളിൽ, മരപ്പൊത്തുകളിലോ അല്ലെങ്കിൽ മാളങ്ങളിലോ നിങ്ങൾ മൂത്രമൊഴിക്കരുത്, എല്ലിൻ്റെ മുകളിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നബിസ്വല്ലാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ ഒരു സ്വഹാബി അറിയാതെ ശ്രദ്ധയില്ലാതെ ഒരു മാളത്തിൽ മൂത്രമൊഴിക്കുകയും അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു പൈശാചികമായ ജിന്ന്, കാഫിറായ ഒരു ജിന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും വളരെ ജീവഹാനി പോലും ഉണ്ടാവുകയും ചെയ്തതായി ചരിത്രരേഖകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായിട്ട് പൊത്തുകളിലും മാളങ്ങളിലും ഇങ്ങനെ വിസർജ്യം നടത്തുന്നത് കർശനമായിട്ട് നിരോധിച്ചത് കാഫിർ ജിന്നുകളായ പൈശാചികമായ ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കഥകളും അനുഭവ കാര്യങ്ങളുമൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. കാഫിർ ജിന്നുകൾ അല്ലെങ്കിൽ പിശാചുക്കൾ വസിക്കുന്ന സ്ഥലത്ത് നമ്മൾ അവരുടെ അടുക്കലേക്ക് പോയാൽ അവരുടെ ഭാഗത്ത് നിന്ന് ധാരാളം ഉപദ്രവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പാതിരാത്രി നമ്മൾ വീടുകൾ അടയ്ക്കാതെ കടന്നുറങ്ങിയാൽ ചില ജിന്നുകൾ വീടിൻ്റെ അകത്തേക്ക് കയറി വരും എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ പിന്നാമ്പുറത്തിലുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ വീട്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലിയിട്ട് ഡോർ അടയ്ക്കണം, നമ്മുടെ വീടിൻ്റെ കുറ്റിയിടണം എന്ന് പറഞ്ഞു. മഹാരഥന്മാർ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഒരു ആയത്തുൽ കുർസി ഓതി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി നമ്മൾ ഡോർ അടച്ചിട്ട് ആ കുറ്റിയിടുന്ന സമയത്ത് ഒരു ആയത്തുൽ കുർസി ഓതി ആ ആയത്തുൽ കുർസിയുടെ അവസാനം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന് വരുന്ന ഭാഗം 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുകയും അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷമാണ് വീടിൻ്റെ ആ കുറ്റിയിടുകയും ചെയ്താൽ ഒരു പിശാചുക്കൾക്കും അത് തുറക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, നമ്മുടെ വീടുകളിലേക്ക് പിശാചുക്കൾ കയറാൻ അത് ഒരു തടയായി ഒരു തടസ്സമായി നിൽക്കുകയും പിശാചുക്കൾ അഥവാ കയറാൻ ശ്രമിച്ചാൽ അവർ കരിഞ്ഞു പോകുമെന്നും മഹാരഥന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി വീടിൻ്റെ വാതിലുകൾ ഭദ്രമായിട്ട്, എത്ര സുരക്ഷിതമായ സ്ഥലമാണെങ്കിലും ഭദ്രമായിട്ട് അടയ്ക്കാൻ നേരത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലുകയും ആയത്തുൽ കുർസി ഓതി അതിൻ്റെ അവസാനം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്നുള്ള ഭാഗം ആവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു ഖൈറാത്തുകൾ പതിവാക്കാനും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.